അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ കാറിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് വീണതാണല്ലോ. അത് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് വീണ് ആ കാർ ഒറ്റ തകർന്ന് അതിൻ്റെ ഉള്ളിൽ മനുഷ്യർ മരിച്ചു പോകുമായിരുന്നല്ലോ. ഇത് മറ്റ് പലയിടത്തും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കാര്യം വലിയ അപകടമുള്ള കാര്യമാണ്. ഇത് ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ കൺഫ്യൂഷൻ എങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? അപ്പോൾ ഇതിൽ വന്ന എൻജിനീയറിംഗ് വൈകല്യം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. വടക്കൻ കേരളത്തിൽ പലയിടത്തും ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്ന പരാതികൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തും വിള്ളലുകൾ കണ്ടു. ഒരിടത്ത് പൂർണ്ണമായും മണ്ണ് അടിഞ്ഞ് വാഹനങ്ങൾ അപകടത്തിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. നമ്മോടൊപ്പം ഇ.ടി. മുഹമ്മദ് ബഷീർ MP റിപ്പോർട്ടർ TVക്കൊപ്പം ചേരുന്നു. ഈ അപകടമുണ്ടായ ഭാഗം അങ്ങയുടെ കൂടി മണ്ഡലമാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്താണ് അവിടെ ഇതിൻ്റെ ഒരു അപാകതയായി കാണുന്നത്? ഇത് വളരെ ഹൈറ്റിലാണ് ഇതിൻ്റെ. ഈ ഹൈറ്റിലുള്ള അതിൻ്റെ നിർമ്മാണത്തിൽ അവരെ ചുമര് കെട്ടി പൊക്കിയതിലൊക്കെ എന്തെങ്കിലും ന്യൂനത സംഭവിച്ചു കാണുമെന്ന് ബലമായി വിശ്വസിക്കാൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഈ കേരളത്തിലെ സ്ഥിതി എന്ന് പറയുന്നത് മഴ ധാരാളമായി കിട്ടുന്നതാണ്. മഴക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല, വലിയ തോതിലുള്ള മഴ കിട്ടും. ഇതുപോലും മഴ പെയ്ത സമയത്ത് ഇതിൽ ഇത്രയും വലിയ വിള്ളൽ ഇപ്പം വടക്കൻ മലബാറിലുണ്ടായിട്ട് ഇപ്പോൾ പറഞ്ഞ നമ്മളെ മണ്ഡലത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ കൺഫ്യൂഷൻ എങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി? അപ്പോൾ ഇതിൽ വന്ന എൻജിനീയറിംഗ് വൈകല്യം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. മാത്രമല്ല, മഴ കൂടുന്നതിന് മുമ്പ് ഇതിൽ ഇങ്ങനൊരു സംഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പയർനെസ്സും അവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അത് ജനങ്ങളുടെ എന്താ പറയുക, ജനങ്ങളുടെ ജീവിതം കൊണ്ടുള്ള കളിയായി തീരുമെന്നുള്ളതാണ്. ശരിക്കും വലിയൊരു അപകടം അപ്പോൾ ഒഴിവായി. അതെ, അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ആ കാറിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് വീണതാണല്ലോ. അത് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് വീണ് ആ കാർ ഒറ്റ തകർന്ന് അതിൻ്റെ ഉള്ളിൽ മനുഷ്യർ മരിച്ചു പോകുമായിരുന്നല്ലോ. ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയോടും ഗതാഗത മന്ത്രാലയത്തോടൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അത് കളക്ടറുമായിട്ടും അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. NHAൻ്റെ ഓഫീസേഴ്സുമായിട്ടും സംസാരിച്ചു. അവർ വന്ന് നോക്കുന്നുണ്ട്, സമഗ്രമായി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റ് ഇവിടെ ഞാൻ ഇന്നലെ എല്ലാത്തോണ്ടും ഇവിടെ മിനിസ്റ്റർ കാണാൻ പറ്റിയില്ല. മിനിസ്റ്റർ എല്ലാം തിരക്കിലായിരുന്നു. അതിൻ്റെ പിന്നാലെ ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ പരിശോധനയും നോക്കി അപകടമില്ലാത്ത വിധത്തിൽ, ഭാവിയിൽ അങ്ങനെ അപകടം ഇല്ലാത്ത വിധത്തിലുള്ള പ്രിപ്പയർനെസ് ഇപ്പോഴേ ചെയ്യാൻ വേണ്ടി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അത് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അടക്കം അത് ശ്രദ്ധയിൽപ്പെടുത്തുമോ? തീർച്ചയായിട്ടും, സംശയമില്ല. ഗൗരവമായിട്ട് പുറത്തും ഞങ്ങളെല്ലാവരും. ഇത് മാത്രമല്ല, ഇത് മറ്റ് പലയിടത്തും ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കാര്യം വലിയ അപകടമുള്ള കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രശ്നമുണ്ട്, അതിനെ ന്യൂനത പരിഹരിക്കണം. മാത്രമല്ല, ബന്ധപ്പെട്ട എല്ലാവരെയും ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും എന്നുകൂടിയാണ് MP ഇ.ടി. മുഹമ്മദ് ബഷീർ റിപ്പോർട്ടർ TVയോട് പ്രതികരിച്ചിരിക്കുന്നത്.